നമ്മൾ നേരത്തെ കണ്ടിരുന്നു ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് A² പ്രൊപ്പോർഷണൽ അല്ലെന്ന്. അതായത് ഒരു ന്യൂക്ലിയസിലെ എല്ലാ പെയർ ഓഫ് ന്യൂക്ലിയോൺസും ബൈൻഡിങ് എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതായത് ഒരു ന്യൂക്ലിയസിലെ എല്ലാ പെയർ ഓഫ് ന്യൂക്ലിയോൺസും തമ്മിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ അട്രാക്ഷൻസ് ഇല്ല. അതിനർത്ഥം ന്യൂക്ലിയർ ഫോഴ്സസ് ഷോർട്ട് റേഞ്ച്ഡ് ആണെന്നാണ്. ഒരു 6 ഫെംറ്റോമീറ്റർ ഡയമീറ്ററുള്ള ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക. അതിനകത്തെ 2 ന്യൂക്ലിയോൺസ് കൺസിഡർ ചെയ്യുക. അതായത് 5 ഫെംറ്റോമീറ്റർ ഡിസ്റ്റൻസ് തമ്മിൽ ഡിസ്റ്റൻസ് ഉള്ള 2 ന്യൂക്ലിയോൺസ് കൺസിഡർ ചെയ്യുക. ഈ 2 ന്യൂക്ലിയോൺസും നമ്മുടെ ബൈൻഡിങ് എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഉള്ള ന്യൂക്ലിയർ ഫോഴ്സ് ഇഫക്റ്റീവ് അല്ലെന്നാണ്. അതായത് ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ മാത്രമേ ആ പെയർ നമ്മുടെ ബൈൻഡിങ് എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓരോ ന്യൂക്ലിയോൺസും ഇൻട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ന്യൂക്ലിയോൺസ് ആയിട്ട് മാത്രമാണ്. ഒരു ന്യൂക്ലിയസിലെ ഓരോ ന്യൂക്ലിയോൺസും അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള n ന്യൂക്ലിയോൺസ് ആയിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻട്രാക്ട് ചെയ്യുന്ന എത്ര പെയേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ AN/2 നമ്പർ ഓഫ് പെയേഴ്സ് കാണും. ഒരു എക്സാമ്പിളായിട്ട് 4 ന്യൂക്ലിയോൺസ് അടുത്തടുത്തുള്ള 4 ന്യൂക്ലിയോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. A, B, C, D. അങ്ങനെയാണെങ്കിൽ ഇപ്പം A ആണ് ന്യൂക്ലിയോണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്ങിൽ വരുന്നത് അപ്പോൾ B, C, D, അതായത് 3 എണ്ണം. അപ്പം ടോട്ടൽ 4 × 3/2, അതായത് 3 ആണ് ഇവിടുത്തെ സ്മോൾ n എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര പെയേഴ്സ് കാണും? AB, AC, AD, പിന്നെ BC, BD ആൻഡ് CD. അപ്പം 6 പെയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പെയേഴ്സ് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ /2 ചെയ്തേക്കുന്നത്. അതായത് AB ഉണ്ടെങ്കിൽ AB ഉണ്ടെങ്കിൽ BA, AC ഉണ്ടെങ്കിൽ CA, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കാനാണ് നമ്മൾ ഈ /2 കൊടുക്കുന്നത്. ന്യൂക്ലിയർ ഫോഴ്സസ് ഷോർട്ട് റേഞ്ച്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് അതിൻ്റെ റേഞ്ചസ് എന്ന് പറയുന്നത് ഏകദേശം 2.5 ഫെംറ്റോമീറ്റർ ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഷാർപ്പായിട്ട് ഡിക്രീസ് ചെയ്യും. ഇനി നമ്മൾ ബൈൻഡിങ് എനർജിക്കുള്ള ഇക്വേഷൻ എഴുതാനാണ് നോക്കുന്നത്. നമുക്കറിയാം ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എയോട് പ്രപ്പോർഷണൽ ആണെന്ന്. അപ്പം നമ്മുടെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നു: ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു AV × A എന്ന്. ഇവിടെ AV എന്ന് പറയുന്നത് വോളിയം ടേം ആണ്. നമ്മൾ ഇങ്ങനൊരു അസംഷൻ എടുക്കാൻ കാരണം വോളിയം കൂടുമ്പം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസും കൂടും. AVയുടെ സബ്സ്ക്രിപ്റ്റ് V എന്ന് പറയുന്നത് വോളിയത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ന്യൂക്ലിയസിൻ്റെ വോളിയത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്നത് ഒരു ഓവർ എസ്റ്റിമേറ്റ് ആണ്. നമ്മളൊരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഏകദേശം സെൻറ്റർ പോർഷനിലുള്ള കുറച്ച് ന്യൂക്ലിയോൺസ് കൺസിഡർ ചെയ്യുക. ന്യൂക്ലിയർ ഫോഴ്സ് ഷോർട്ട് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയോൺസ് അതിൻ്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിലുള്ള ന്യൂക്ലിയോൺസുമായിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യത്തുള്ളൂ. ആ ഇൻട്രാക്ട് ചെയ്യുന്ന ന്യൂക്ലിയോൺസിൻ്റെ സറൗണ്ടിങ് വോളിയമാണ് നമ്മൾ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പം ന്യൂക്ലിയസിൻ്റെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിയുമ്പം ന്യൂക്ലിയോൺസിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരും. നമ്മൾ സർഫസിലോട്ട് മാറി ഒരു പോർഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഒരു വോളിയം കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ചില പോർഷൻസിൽ ന്യൂക്ലിയോൺസ് കാണും, ചിലയിടത്ത് ന്യൂക്ലിയോൺസ് കാണില്ല. നമ്മൾ ഫസ്റ്റ് അപ്രോക്സിമേഷനിൽ കൺസിഡർ ചെയ്ത ടേമിൽ നിന്ന് നമുക്ക് അപ്പം ഇതിൻ്റെ എഫക്റ്റ് മൈനസ് ചെയ്യേണ്ട വരും. ആ മൈനസ് ചെയ്യേണ്ട ടേം എന്ന് പറയുന്നത് സർഫസ് ഏരിയയോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് സർഫസിലുള്ള ന്യൂക്ലിയോൺസിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ടേം. അതുകൊണ്ടാണ് നമ്മൾ സർഫസ് ഏരിയയോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ആ മൈനസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് സർഫസിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സർഫസ് ഏരിയയോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞത്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. R എന്ന് പറയുന്നത് ഇവിടെ മീൻ റേഡിയസ് ആണ്. അപ്പം അതിനെ നമുക്ക് r0a⁻⁴ എന്ന് എഴുതാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം r² നമുക്ക് r02a⁻² എന്ന് വരും. ഇവിടെ r0 എന്ന് പറയുന്ന ടേം കോൺസ്റ്റൻ്റ് ആണ്. വേരി ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് a⁻² ആണ്. അതുകൊണ്ട് തന്നെ സബ്സ്ട്രാക്ട് ചെയ്യേണ്ട ടേം എന്ന് പറയുന്നത്
A⁻²/3 പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ആ ടേം സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു AVA മൈനസ് AS A⁻²/3. AS എന്ന് പറയുന്നത് സർഫസ് ടേം ആണ്. പ്രോട്ടോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂളം ഫോഴ്സസ് വഴിയാണ്. നമുക്കറിയാം അത് റിപ്പൽസീവ് ഫോഴ്സാണ്. അപ്പം അത് റിപ്പൽസീവ് ആയതുകൊണ്ട് തന്നെ ബൈൻഡിങ് എനർജിക്ക് ലോസ് ആണ് സംഭവിക്കുന്നത്. അതായത് മാസ് എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഇഫക്റ്റ് കൂടെ നമുക്ക് നമ്മുടെ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്യണം. ന്യൂക്ലിയസിൽ നമുക്ക് Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണോ ഉള്ളതെങ്കിൽ Z×Z-1/2 നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് പ്രോട്ടോൺസ് ആണ് ഉള്ളത്. കൂളം ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. പക്ഷെ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. R ഈസ് ഈക്വൽ ടു R0 A⁻1/3 ആണ്. R0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/A⁻1/3 ആയിരിക്കും. പ്രോട്ടോൺ റിപ്പൽഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടേം ഈ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ബൈൻഡിങ് എനർജിക്കുള്ള ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. AVA മൈനസ് AS A⁻²/3 മൈനസ് AC×Z×Z-1 ഡിവൈഡഡ് ബൈ A⁻1/3. AC എന്ന് പറയുന്നത് കൂളം ടേം ആണ്. ഇവിടെ എങ്ങനെയാണ് അങ്ങനൊരു ടേം വന്നതെന്ന് ചോദിച്ചാൽ ഈ സബ്സ്ട്രാക്ട് ചെയ്യേണ്ട ടേം, അതായത് ഈ കൂളംബ് ഇൻട്രാക്ഷൻ ഇഫക്റ്റ് മൂലമുള്ള സബ്ട്രാക്ട് ചെയ്യേണ്ട ഈ ടേം എന്ന് പറയുന്നത് Z×Z-1 ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും A⁻1/3 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതുകൊണ്ടാണ് ഈ മൈനസ് AC Z×Z-1 ബൈ A⁻1/3 എന്നുള്ള ടേം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ക്വാണ്ടം മെക്കാനിക്കൽ ടേംസ് കൂടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് അസിമെട്രിക് ടേം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് നേരത്തെ കണ്ടതാണ്. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും വെച്ചുള്ള ഗ്രാഫ്. ഈ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത് Z=n ഉള്ള ന്യൂക്ലിയകളെയാണ്. ന്യൂക്ലിയസ് ഹെവി ആവും തോറും നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൂടും. നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൂടും. ലൈറ്റർ ന്യൂക്ലിയകൾക്ക് n=z ആയിരിക്കും. ന്യൂക്ലിയർ ഫോഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഈ കോമ്പിനേഷനാണ്. ന്യൂക്ലിയസ് വലുതാകും തോറും പ്രോട്ടോൺ തമ്മിലുള്ള റിപ്പൽഷൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ന്യൂട്രോണിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്. പ്രോട്ടോൺ റിപ്പൽഷൻ കൂടുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ന്യൂക്ലിയസ് വലുതാകും തോറും ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് കുറയും. അപ്പം പ്രോട്ടോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആകാനായിട്ട് തുടങ്ങും. Z=n ആണ് സ്റ്റേബിൾ ന്യൂക്ലിയകൾ പ്രിഫർ ചെയ്യുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ്. നമുക്ക് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും ഇൻട്രിൻസിക് സ്പിന്നുണ്ട്, അതായത് +or-½ നമുക്ക് ഓരോ ലെവൽസിലും ഒരു സ്പിന്നപ്പ് പ്രോട്ടോൺ, സ്പിൻ ഡൗൺ പ്രോട്ടോൺ, സ്പിന്നപ്പ് ന്യൂട്രോൺ, സ്പിൻ ഡൗൺ ന്യൂട്രോൺ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഒരു കേസായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യുക. Z=n A/2. അതായത് പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും ഈക്വൽ ആണ്. നമുക്കറിയാം പ്രോട്ടോൺ നമ്പർ പ്ലസ് ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്നതാണ് A. അപ്പം Z=n A/2. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാം. അതായത് സ്പിന്നപ്പ് പ്രോട്ടോൺ, സ്പിൻ ഡൗൺ പ്രോട്ടോൺ, സ്പിന്നപ്പ് ന്യൂട്രോൺ, സ്പിൻ ഡൗൺ ന്യൂട്രോൺ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാം. എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ആണെന്ന് അസ്യൂം ചെയ്യുക. അടുത്തത് Z⁻n ആകുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ n=A/2 + ν എന്നും Z=A/2 - ν എന്നും എടുത്തു. അതായത് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം A തന്നെ കിട്ടണം. A/2 + ν + A/2 - ν എന്ന് വരുമ്പം ന്യൂ ക്യാൻസലായിട്ട് A എന്ന് കിട്ടും. ഈ രണ്ടാമത്തെ കേസിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത്
നമ്മളിങ്ങനെ പ്രോട്ടോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂട്രോൺ അങ്ങനെ ഫില്ല് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഇത് കഴിയുമ്പം പ്രോട്ടോൺസ് തീർന്നു പോകും. ബാക്കി എത്ര ന്യൂട്രോൺസ് ഉണ്ട് എന്നറിയാനായിട്ട് ന്യൂട്രോൺ നമ്പർ മൈനസ് പ്രോട്ടോൺ നമ്പർ, അതായത് ഈ A/2 പ്ലസ് ന്യൂ മൈനസ് A/2 മൈനസ് ന്യൂ ചെയ്താൽ മതി. അപ്പം നമുക്ക് 2 ന്യൂ എന്ന് കിട്ടും. അപ്പം ഇനി നമ്മളുടെ കയ്യിലുള്ളത് 2 ന്യൂ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണുള്ളത്. ഫസ്റ്റ് കേസിലാണെങ്കിൽ ന്യൂ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂ നമ്പർ ഓഫ് ന്യൂട്രോൺസും അങ്ങനെ ടോട്ടൽ 2 ന്യൂ ന്യൂക്ലിയോൺസ് ആണ് ഉള്ളത്. രണ്ടാമത്തെ കേസിൽ നമ്മളുടെ കയ്യിൽ റിമൈനിങ് 2 ന്യൂ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പം പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്പിൻ അപ്പ് ന്യൂട്രോണ്, സ്പിൻ ഡൗൺ ന്യൂട്രോണ്, അടുത്തതിൽ ഒരു സ്പിൻ അപ്പും ഒരു സ്പിൻ ഡൗണും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുക. അടുത്തത് നമുക്ക് ഈ രണ്ട് കേസിലെയും എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് കേസിലെ എനർജിയാണ് E1 എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓരോ എനർജി ലെവൽസ് നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. ഒന്നാമത്തെ എനർജി ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എനർജി ഡെൽറ്റ, അവിടെ 4 ന്യൂക്ലിയോൺസ് ആണുള്ളത്, അപ്പം 4 ഡെൽറ്റ. അടുത്ത എനർജി ലെവലിൻ്റെ എനർജി എന്ന് പറയുന്നത് 2 ഡെൽറ്റയാണ്, അവിടെയും 4 ന്യൂക്ലിയോൺസ് ആണുള്ളത്, അപ്പം 4 × 2 ഡെൽറ്റ. അങ്ങനെ ന്യൂ/2 ടേംസ് കാണും. അതായത് ഈ ന്യൂ/2 ടേംസ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ മൊത്തത്തിൽ 2 ന്യൂ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് നമുക്കുള്ളത്. ഓരോ ലെവലിലും 4 ന്യൂക്ലിയോൺസ്. അപ്പം 2 ന്യൂ ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു ന്യൂ/2. നമ്മൾ 4 ഡെൽറ്റ അതിൽ നിന്ന് കോമൺ എടുത്ത് കഴിയുമ്പം 4 ഡെൽറ്റ ഇൻറ്റു 1 + 2 + 3 + എക്സെട്ര ന്യൂ/2 ടേംസ് എന്ന് കിട്ടും. 1 + 2 + 3 അതിനെ നമുക്ക് n × n+1 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഈ 4 ഡെൽറ്റ ഇൻറ്റു ന്യൂ/2 ഇൻറ്റു ന്യൂ/2 + 1 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. അതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ ഇൻറ്റു ന്യൂ²/2 + ന്യൂ എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലെ എനർജിയാണ് അറിയേണ്ടത്. അതിനെയാണ് E2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഫില്ല് ചെയ്ത് വരുമ്പം പ്രോട്ടോൺസ് തീർന്നു കഴിഞ്ഞ് പിന്നെ ബാക്കി 2 ന്യൂ ന്യൂട്രോൺസ് ഫില്ല് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 2 ന്യൂ ന്യൂട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള എനർജിയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾക്ക് ഈ രണ്ട് കേസിലെയും ഡിഫറൻസ് ഇൻ എനർജി എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പം ആദ്യത്തെ ആ ഫില്ലിങ് കൺസിഡർ ചെയ്താലും മറ്റേതുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ ന്യൂട്രോൺസ് മാത്രം ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള എനർജി കൺസിഡർ ചെയ്യുന്നത്. അപ്പം E2 എന്ന് പറഞ്ഞ എനർജിയെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ഡെൽറ്റ. അതായത് ഒന്നാമത്തെ എനർജി ലെവൽ കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ, പിന്നെ അവിടെ 2 ന്യൂട്രോൺ ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പം 2 ഡെൽറ്റ പ്ലസ് അടുത്ത എനർജി ലെവലിൻ്റെ എനർജി എന്ന് പറയുന്നത് 2 ഡെൽറ്റ, അവിടെയും 2 ന്യൂട്രോൺ ആണുള്ളത്. അതുകൊണ്ട് 2 × 2 ഡെൽറ്റ പ്ലസ് അങ്ങനെ ന്യൂ ടേംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ന്യൂ ടേംസ് എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ മൊത്തം 2 ന്യൂ ന്യൂട്രോൺസ് ആണ് ബാക്കിയുള്ളത്. അപ്പം 2 ന്യൂ ഡിവൈഡഡ് ബൈ ഓരോ ലെവലിലും 2 എണ്ണം വെച്ച്, സോ ഡിവൈഡഡ് ബൈ 2, അപ്പം ന്യൂ. ഇനി ഇതിൽ നിന്ന് 2 ഡെൽറ്റ കോമൺ എടുക്കുക. അപ്പം 2 ഡെൽറ്റ ഇൻറ്റു 1 + 2 + 3 + എക്സെട്ര ന്യൂ ടേംസ് അത് വരും. അപ്പം അതിനെ മുമ്പത്തെ പോലെ തന്നെ n × n+1/2 എന്ന ഫോമാറ്റിൽ എഴുതാം. അപ്പം E2 ഈസ് ഈക്വൽ ടു 2 ഡെൽറ്റ ന്യൂ ഇൻറ്റു ന്യൂ+1 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇൻറ്റു ന്യൂ² + ന്യൂ എന്ന് കിട്ടും. ഈ രണ്ട് കേസിലെയും എനർജി ഡിഫറൻസ്, അതായത് E2 - E1 എഴുതുമ്പം നമുക്ക് ഡെൽറ്റ ഇൻറ്റു ന്യൂ² ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അസിമെട്രി കൂടുന്തോറും, അതായത് ന്യൂട്രോൺ നമ്പറും പ്രോട്ടോൺ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് മാറും തോറും ഈ ഡെൽറ്റ ന്യൂ²/2 അത്രോം ടേം നമ്മൾ ബൈൻഡിങ് എനർജിയിൽ നിന്ന് ഇൻക്രീസ് ചെയ്യും. അതായത് ബൈൻഡിങ് എനർജിയുടെ നമ്മുടെ ഇക്വേഷൻ്റെ കൂടെ പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പം, അതായത് അസിമെട്രി ഉണ്ടാകുമ്പം ന്യൂക്ലിയസിൻ്റെ എനർജി ഡെൽറ്റ ന്യൂ²/2 എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. ഈ ഡെൽറ്റ ന്യൂ²/2 എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാസ് എനർജിയാണ്. അത് ഇൻക്രീസ് ചെയ്യുമ്പം ബൈൻഡിങ് എനർജി ഡിക്രീസ് ചെയ്യും. നമ്മൾ n ഈസ് ഈക്വൽ ടു A/2 + ന്യൂ എന്നും Z ഈസ് ഈക്വൽ ടു A/2 - ന്യൂ എന്നും ആണ് എടുത്തിരുന്നത്. അപ്പം n - Zനെ എങ്ങനെ എഴുതാം? n - Z ഈസ് ഈക്വൽ ടു A/2 + ന്യൂ - A/2 - ന്യൂ.
ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ന്യൂ. അതിൽ നിന്ന് ന്യൂവിൻ്റെ ഇക്വേഷൻ എഴുതാം. ന്യൂ ഈസ് ഈക്വൽ ടു n മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ 2. ഡെൽറ്റ ന്യൂ സ്ക്വയർ ബൈ 2വിനകത്ത് ന്യൂവിന് പകരം നമുക്ക് n മൈനസ് ഇസഡ് ബൈ 2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ കിട്ടും, ഡെൽറ്റ ന്യൂ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ 2 n മൈനസ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അപ്പം ഇവിടെ വേരി ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് n മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് പ്രൊപ്പോർഷണൽ ടു n മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് ഈ ടേം ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു AVA പ്ലസ് AS A റേസ് ടു 2/3 മൈനസ് AC ഇൻറ്റു Z മൈനസ് 1 ബൈ A റേസ് ടു 1/3 മൈനസ് A സിമെട്രി ഇൻറ്റു n മൈനസ് ഇസഡ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A. ഡിവൈഡഡ് ബൈ A എങ്ങനെ വന്നെന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്, അതായത് നമ്മളുടെ എനർജി ലെവൽസ് എല്ലാം ഈക്വലി സ്പേസ്ഡ് അല്ലെ ഈക്വലി ഡിവൈഡഡ് ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കൂടുന്നതനുസരിച്ച് ഈ സ്പേസിങ് കുറഞ്ഞു വരും, അതായത് ഡെൽറ്റ കുറഞ്ഞു വരും. അപ്പോൾ ആ ഇഫക്റ്റ് കൂടെ കാണിക്കാനാണ് നമ്മൾ 1/A ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2 ഓപ്പോസിറ്റ് ആംഗുലാർ മൊമെൻ്റ ഉള്ള പ്രോട്ടോൺസ് കൺസിഡർ ചെയ്യുക. അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 P, ഒന്നിൻ്റെ ആംഗുലാർ മൊമെൻറ്റം J1, അടുത്തതിൻ്റെ J2, രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം J ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പം വേറെ ഏത് കോമ്പിനേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റാസ് വന്നാലും, വേറെ ഏത് കോമ്പിനേഷനുള്ള ആംഗുലാർ മൊമെൻറ്റാസ് ഉള്ള പ്രോട്ടോൺ പെയേഴ്സ് കൺസിഡർ ചെയ്യാനും ആ പെയേഴ്സിനേക്കാളും ഒക്കെ എനർജി കുറവ് ഈ ആംഗുലാർ മൊമെൻറ്റം 0 ആയിട്ടുള്ള ഈ പെയറിനായിരിക്കും. എക്സ്പെരിമെൻ്റലി നമ്മൾ ഈ എനർജിക്ക് പറയുന്ന പേരാണ് ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി ഓർ പ്രോട്ടോൺ സെപ്പറേഷൻ എനർജി. നമുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ സർട്ടൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, സർട്ടൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ന്യൂട്രോണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ട എനർജിയാണ് ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോട്ടോണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള എനർജിയാണ് പ്രോട്ടോൺ സെപ്പറേഷൻ എനർജി എന്ന് പറയുന്നത്. ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണുള്ളതെങ്കിൽ ഈ ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി കൂടുതലായിരിക്കും. ഓഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണുള്ളതെങ്കിൽ ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി കുറവായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണുള്ളതെങ്കിൽ അതെല്ലാം പെയർ ചെയ്തായിരിക്കും അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണെങ്കിൽ ഒരെണ്ണം അൺപെയർഡ് ആയിട്ട് വരും. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ലെസ് എമൗണ്ട് ഓഫ് എനർജി നമുക്ക് സപ്ലൈ ചെയ്താൽ മതി മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് പറയാൻ സാധിക്കും അവിടെ ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി കുറവാണെന്ന്. ബീറ്റ സ്റ്റേബിൾ ന്യൂക്ലിയ എന്ന് വെച്ചാൽ, അതായത് ബീറ്റ ഡീക്കേസ് നടക്കാത്ത തരം ന്യൂക്ലിയസുകളെയാണ് നമ്മൾ ബീറ്റ സ്റ്റേബിൾ ന്യൂക്ലിയ എന്ന് പറയുന്നത്. നമ്മളൊരു 3 ഡിഫറെൻറ്റ് കേസസ് പോലെ കൺസിഡർ ചെയ്യുക. ഇത് Z ഈസ് ഈക്വൽ ടു ഈവൻ ആൻഡ് N ഈസ് ഈക്വൽ ടു ഈവൻ വരുന്ന ടൈപ്പ് ന്യൂക്ലിയസുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 165 ബീറ്റ സ്റ്റേബിൾ ന്യൂക്ലിയാണ് അങ്ങനെയുള്ളത്. എയ്തർ Z അല്ലെങ്കിൽ N ഓഡ് ആയിട്ടുള്ള, അതായത് ടോട്ടൽ നമ്പർ A ഓഡ് ആയിട്ടുള്ള തരം ന്യൂക്ലിയെ നോക്കുകയാണെങ്കിൽ ഏകദേശം 105 എണ്ണമാണ് അങ്ങനത്തെ ബീറ്റ സ്റ്റേബിൾ ന്യൂക്ലിയ ഉള്ളത്. Z ഈസ് ഈക്വൽ ടു ഓഡും N ഈസ് ഈക്വൽ ടു ഓഡ് അങ്ങനത്തെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4 ബീറ്റ സ്റ്റേബിൾ ന്യൂക്ലിയേഴ്സാണ് അങ്ങനെ ഉള്ളത്. അതുകൊണ്ട് ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനോട് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ടേം കൂടെ ആഡ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ പെയറിങ് എനർജി ടേം എന്ന് പറയുന്നത്. ഇനി ഈ ഡെൽറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്നുള്ളതൊക്കെ ഈ എന്ത് ന്യൂക്ലിയസ് ആണ്, അതായത് ഓഡ് ന്യൂക്ലിയസ് ആണോ ഈവൻ ന്യൂക്ലിയ ആണോ ഓഡ് ന്യൂക്ലിയ ആണോ എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓഡ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉള്ള കേസിലാണെങ്കിൽ പെയറിങ് എനർജി ടേം 0 ആയിരിക്കും. ഈവൻ ന്യൂക്ലിയ ആണെങ്കിൽ ബൈൻഡിങ് എനർജി കൂടുകയാണ്, അതുകൊണ്ട് പ്ലസ് AP/A⁴ എന്ന് പറയുന്ന ടേം വരും. അതുപോലെ ഓഡ് ന്യൂക്ലിയ ആണെങ്കിൽ ബൈൻഡിങ് എനർജി കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് -AP/A⁴ എന്ന് വരും.
ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും എയും വെച്ചിട്ടുള്ള ഗ്രാഫ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പം നമുക്കിപ്പോൾ കിട്ടിയ ബൈൻഡിങ് എനർജി ഇക്വേഷനിലെ ടേംസ് വെച്ച് നമ്മൾ അതിനെ ആ ഗ്രാഫിനെ റീപ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന കർവാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം വോളിയം ടേം മാത്രം കൺസിഡർ ചെയ്ത് വരച്ചിരിക്കുന്നതാണ് ആ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത്. ആ ടേമിൻ്റെ കൂടെ നമ്മൾ സർഫസ് ടേം കൂടെ ആഡ് ചെയ്യുമ്പം കിട്ടുന്ന കർവാണ് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ആ വോളിയം ടേമിൻ്റെ കൂടെയും സർഫസ് ടേമിൻ്റെയും കൂടെ കൂളം ടേം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ എല്ലാം കൂടെ ഇവിടെ അസിമെട്രിക് ടേം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പെയറിംഗ് എനർജിയുടെ ടേമിൻ്റെ കാണിക്കാത്തത് ഇത് പല ന്യൂക്ലിയകൾക്കും പലതായതുകൊണ്ട് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ കർവ് കാണിക്കാത്തത്. ഈ ഇക്വേഷനെയാണ് നമ്മൾ സെമി എംപെരിക്കൽ മാസ് ഫോർമുല എന്ന് പറയുന്നത്.